നമസ്കാരം. മുൻ മന്ത്രിയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായ ജി സുധാകരൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നൊരു ചോദ്യമാണ്. ഏതായാലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലൊന്നും അദ്ദേഹത്തിൻ്റെ പേരില്ല. താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം നേരിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും സുധാകരൻ്റെ പേര് അവർ പരിഗണിച്ചതേയില്ല. എന്ന് മാത്രമല്ല, പല നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടായത് അവഗണനാപരമായ രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് എന്ന് അദ്ദേഹം നേരിട്ട് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടെന്ന് എത്തിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ തൻ്റെ പേരിനെക്കുറിച്ച് പറയുമ്പോൾ പുച്ഛച്ചിരി, പരിഹാസച്ചിരി ചിരിച്ചു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഈ പാർട്ടിയിലെ ആലപ്പുഴയിലെ യുവ നേതാക്കൾ പോലും തന്നെ മോശമായ ഭാഷയിൽ സമൂഹ മാധ്യമങ്ങൾ വിമർശിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ ജി സുധാകരനെ പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നുവെങ്കിൽ പോലും ഒരു കാര്യത്തിനും ക്ഷണിക്കുകയോ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ള പരാതി സുധാകരനുണ്ട്. തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിന് പോലും സുധാകരനെ ക്ഷണിച്ചില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ ജില്ലയിലെ നേരത്തെ ഒരു കാലത്ത് പാർട്ടി തന്നെ നിയന്ത്രിച്ചിരുന്ന, നയിച്ചിരുന്ന തന്നോട് ഒരു കാര്യവും ഇപ്പോൾ പാർട്ടി ജില്ലാ നേതൃത്വം ആലോചിക്കാറില്ല എന്നും അവരൊക്കെ തന്നെ അവഗണിക്കുന്ന നിലപാടാണ് തുടരുന്നതെന്നുമൊക്കെ സുധാകരൻ ഏതാണ്ട് പരസ്യമായി തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. താൻ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള എം.എൽ.എ. എച്ച് സലാമിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം തനിക്ക് ലഭിക്കുമെന്നൊക്കെ അദ്ദേഹം അവകാശവാദവും ഉന്നയിച്ചിരുന്നു. ഏതായാലും അതിൻ്റെ തൊട്ട് പിന്നാലെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമായപ്പോൾ സുധാകരന് സീറ്റില്ല. ഇതിന് തിരിച്ചടിയായി തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തന്നെയാണ് സുധാകരൻ ഒരുങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജി സുധാകരൻ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന അടവ് നയം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം ഇനിയും കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അമ്പലപ്പുഴ സീറ്റ് കോൺഗ്രസിനാണ് ജില്ലയിൽ ഈ സീറ്റ് വിഭജന കാര്യത്തിൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി അവിടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം അവർ തീരുമാനിച്ചിട്ടുമില്ല. ജി സുധാകരൻ മത്സര രംഗത്തേക്ക് ഇറങ്ങിയാൽ അദ്ദേഹം ഒരുപക്ഷെ പാർട്ടി വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ ജി സുധാകരൻ ഒരിക്കലും കോൺഗ്രസിലോ ബി.ജെ.പിയിലോ പോയി ചേരും എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കുമില്ല. പക്ഷേ അദ്ദേഹം അവിടെ മത്സരിക്കാൻ ഇറങ്ങിയാൽ ആലപ്പുഴയിലെ എല്ലാ മണ്ഡലങ്ങളിലും, ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് കോൺഗ്രസിന് നന്നായിട്ടറിയാം. ഇപ്പോൾ കോൺഗ്രസിന് അവിടെ ആകെ ഹരിപ്പാട് എന്നുള്ള രവേശനത്തിൽ ജയിച്ചു വരുന്ന ഒരു സീറ്റ് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. ബാക്കി എല്ലാ സീറ്റുകളും ഇടതു മുന്നണിയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊരു സന്ദർഭത്തിൽ ജി സുധാകരൻ മത്സര രംഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ സുധാകരന് പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാടെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും കോൺഗ്രസും ആകാംക്ഷയോടെ തന്നെ നോക്കുകയാണ് ജി സുധാകരൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ളതാണ് സ്വാഭാവികമായി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന പിണറായി വിജയൻ ജി സുധാകരൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ തമ്മിലുള്ള ഏതെങ്കിലും ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജി സുധാകരൻ നിലപാട് മാറ്റുമോ എന്നുള്ള സംശയം പലരും പ്രകടിപ്പിക്കുമ്പോഴും പിണറായി വിജയൻ്റെയും ജി സുധാകരൻ്റെയും ഒരു രീതി അനുസരിച്ച് ജി സുധാകരൻ അങ്ങോട്ട് പോയി പിണറായി വിജയനെ കാണുകയുമില്ല. പിണറായി വിജയൻ ഒരുപക്ഷെ സുധാകരൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ പറഞ്ഞ് പിന്മാറാൻ അതല്ലെങ്കിൽ പാർട്ടിയെ സഹകരിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. എന്ത് വില കൊടുത്തും മൂന്നാം ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുന്ന ഇടതുമുന്നണി ഒരുപക്ഷെ കൂടുതൽ നേതാക്കളെ ജി സുധാകരൻ്റെ അടുത്തെത്തിച്ച് അദ്ദേഹത്തിന് പിന്മാറാൻ വേണ്ടി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജി സുധാകരനാകട്ടെ ആര് എന്ത് പറഞ്ഞാലും താൻ ഇനി പിന്മാറില്ല, താൻ മുന്നോട്ട് തന്നെയാണെന്നുള്ള നിലപാട് ഉറച്ചു നിൽക്കുകയാണെന്ന് തന്നെയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി അമ്പലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പും ഒപ്പം ജി സുധാകരൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വളരെയേറെ ശ്രദ്ധ പിടിച്ചു വരും. കാരണം ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലങ്ങളിലൊന്നാണ്. കണ്ണൂരും ആലപ്പുഴയുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ. ഇവിടെ പുന്നപ്ര രക്തസാക്ഷി ദിനത്തിൽ പോലും തന്നെ ക്ഷണിച്ചില്ല എന്ന് പരാതി പറഞ്ഞ സുധാകരൻ ഒറ്റയ്ക്ക് ചെന്ന് അവിടെ പുഷ്പാർച്ചന നടത്തിയ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജി സുധാകരന് വലിയൊരു അനുയായി വൃന്ദം ജില്ലയിലുടനീളമുണ്ട് എന്നുള്ള കാര്യവും പ്രധാനമാണ്. എന്താണെങ്കിലും ഈ വരും ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ സുധാകരൻ അന്തിമ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്.